അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന വ ഹബീബിന മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വ അലാ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള വിശ്വാസി സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഒരു പരിശുദ്ധ റമളാൻ മാസം കൂടി നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പും നമ്മുടെ രാത്രി നമസ്കാരങ്ങളും മറ്റ് എല്ലാ ഇബാദത്തുകളും സ്വീകരിക്കുമാറാകട്ടെ. അതിൽ വന്നു പോയിട്ടുള്ള പാകപ്പിഴവുകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു നൽകുകയും ചെയ്യുമാറാകട്ടെ. നമുക്കൊക്കെ അറിയാം, റമളാൻ മാസം കഴിഞ്ഞാൽ പെരുന്നാൾ ആഘോഷിച്ച് പിന്നീട് ശവ്വാൽ മാസത്തിൽ 6 നോമ്പ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു 6 ദിവസത്തെ നോമ്പ് വിശ്വാസികൾ അനുഷ്ഠിക്കാറുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും സുപരിചിതമായ ഒരു കാര്യം തന്നെയാണത്. എന്നിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട് പല ആളുകൾക്കും വ്യത്യസ്തങ്ങളായ സംശയങ്ങളുണ്ട്. എന്താണ് 6 നോമ്പ്? എന്തിനാണ് അത് നോൽക്കുന്നത്? അത് എങ്ങനെയൊക്കെ നോൽക്കാം? അത് ശവ്വാലിൽ തന്നെ വേണമെന്നുണ്ടോ? തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഇൻഷാ അള്ളാഹ് ഈ ഒരു ദർസിലൂടെ നാം ഉദ്ദേശിക്കുന്നത് എന്താണ് 6 നോമ്പ്, അതിൻ്റെ പ്രാധാന്യം എന്താണ്, അത് അനുഷ്ഠിക്കേണ്ടുന്ന രൂപം എന്താണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് 6 നോമ്പ്, അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന 2 വിഷയങ്ങളാണ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അൻ അബി അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻ ഖാൽ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ. അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, മൻ സാമ റമദാന, ആരെങ്കിലും റമളാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിച്ചാൽ, സുമ്മ പിന്നീട്, അത്ബഅഹു അതിനെ ഫോളോ ചെയ്തുകൊണ്ട്, അതിനെ പിന്തുടർന്നുകൊണ്ട്, സിത്തൻ മിൻ ശവ്വാലിൻ ഷവ്വാലിൽ 6 ദിവസവും നോമ്പ് നോറ്റാൽ, കാന കസിയാമിദ്ദഹർ, ഒരു വർഷം മുഴുവൻ നോമ്പ് നോറ്റതുപോലെയായി അത് മാറി. ഒരു വർഷം മുഴുവൻ, ഇവിടെ അദ്ദഹർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സന, വർഷം എന്നാണ്. അപ്പോൾ ഒരു വർഷം നോമ്പ് നോറ്റതുപോലെയായി. അപ്പോൾ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഈ ഹദീസിൽ നിന്ന് 2 കാര്യങ്ങൾ കിട്ടി. ഒന്നാമത്തത്, എന്താണ് 6 നോമ്പ് എന്ന് നമുക്ക് ലഭിച്ചു. എന്താണത്? റമളാൻ കഴിഞ്ഞ് ശവ്വാൽ മാസത്തിൽ, പെരുന്നാളിന് നമുക്ക് നോമ്പ് നോൽക്കാൻ പാടില്ല, പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം ശവ്വാൽ മാസത്തിൽ നോക്കുന്ന 6 നോമ്പുകൾക്കാണ് 6 നോമ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് ചോദിച്ചാൽ അതാണ് നമുക്ക് ലഭിക്കുന്നത്. റമളാനിൽ മുഴുവനും 30 ദിവസവും നോമ്പ് നോറ്റു, പിന്നീട് ശവ്വാലിൽ നിന്ന് ഈ 6 നോമ്പും നോറ്റാൽ ഏകദേശം 36 നോമ്പായി. എങ്കിലത് ഏതുപോലെയാണ്? കാന കസിയാമിദ്ദഹർ, ഒരു വർഷം മുഴുവൻ നോമ്പ് നോറ്റതിൻ്റെ പ്രതിഫലം. അപ്പോൾ അൽഹംദുലില്ലാ, റമളാനിലെ നോമ്പ് നോറ്റതിന് ശേഷം 6 ദിവസം ശവ്വാലിൽ നോമ്പ് നോറ്റാൽ ഒരു വർഷം മുഴുവൻ നോമ്പ് നോറ്റ പ്രതിഫലം ലഭിക്കുന്നതാണ്. എങ്ങനെയാണിത് സംഭവിക്കുന്നത്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്ക് വിശദീകരിച്ചത് മറ്റു ചില ഹദീസുകളിൽ കാണാം. അതുകൊണ്ട് തന്നെ ഈ ഹദീസുകൾ ഹസനാണ്, സ്വീകരിക്കാമെന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള ഹദീസുകളിൽ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഉദാഹരണത്തിന് ഇബ്നു മാജ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു, സൗബാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സാമ 6 അയ്യാമിൻ ബഅദൽ ഫിത്ർ, ഫിത്റിന് ശേഷം അഥവാ ഈദുൽ ഫിത്റിന് ശേഷം ആരെങ്കിലും 6 ദിവസം നോമ്പ് അനുഷ്ഠിച്ചാൽ, കാന തമാമസ്സന, അതൊരു മുഴുവൻ വർഷം നോമ്പ് നോറ്റതുപോലെയാണ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹ, ആരെങ്കിലും ഒരു നന്മ കൊണ്ടുവന്നാൽ അവന് 10 ഇരട്ടിയാണ്. അപ്പോൾ 30 ദിവസം റമളാനിൽ നോമ്പ് നോൽക്കുമ്പോൾ 300 ദിവസം നോമ്പ് നോറ്റതുപോലെയാണ്. പിന്നീട് 6 ദിവസം നോമ്പ് നോൽക്കുമ്പോൾ 360 ദിവസം നോമ്പ് നോറ്റതുപോലെയാണ്. ഏകദേശം ഒരു വർഷത്തിൽ 360 ദിവസമാണുള്ളത്. അപ്പോൾ 1-ന് 10 വെച്ചാകുമ്പോൾ 36 × 10 എത്രയായി? 360 ആയി. അപ്പോൾ അതൊരു വർഷം മുഴുവൻ നോമ്പ് നോറ്റതുപോലെയായി. വീണ്ടും ഇബ്നു ഖുസൈമ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, സൗബാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്, സിയാമു റമളാന ബി 10 അശ്ഹുർ, റമളാനിലെ നോമ്പ്
ഏകദേശം 10 മാസത്തിന് പകരമാകും. വസിയാമു സിത്തത്തി അയ്യാമിൻ ബിഷഹ്റൈൻ, വസിയാമു സിത്തത്തി അയ്യാമിൻ ബിഷഹ്റൈൻ, 6 ദിവസത്തെ നോമ്പ് 2 മാസത്തെ നോമ്പിനും പകരമായി. അപ്പോൾ 1 മാസത്തിലെ റമളാനിലെ നോമ്പ് 10 മാസത്തിന് പകരമാണ്, 6 ദിവസത്തെ നോമ്പ് 2 മാസത്തിനും പകരമാണ്. അപ്പോൾ 10ഉം 2ഉം 12 മാസം. അതാണല്ലോ ഒരു വർഷം. ഫദാലിക സിയാമുസ്സന, അതാണ് ഒരു വർഷത്തിലെ നോമ്പ്. അപ്പോൾ റമളാനിൽ 29 ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ 30 ആണെങ്കിൽ 30 നോമ്പും പൂർത്തീകരിച്ച് പിന്നീട് ഒരു 6 നോമ്പ് കൂടി നോറ്റാൽ ഒരു വർഷം മുഴുവൻ നോമ്പ് നോറ്റതുപോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൻ്റെ പൊരുൾ ഈ ഹദീസുകളിൽ നിന്ന് മനസ്സിലായി. 1ന് 10 വെച്ചാകുമ്പോൾ 36ന് 360, അത് ഏകദേശം ഒരു വർഷമാണ്. എന്ന് മാത്രമല്ല, ഹംബലി മദ്ഹബിലെയും ഷാഫിഈ മദ്ഹബിലെയും പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഒരു കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എന്താണത്? ബി അന്ന സൗമ സിത്തത്തി അയ്യാമിൻ മിൻ ശവ്വാൽ ബഅദ റമദാൻ യഅദിലു സിയാമ സനതി ഫറദ. ഒരു വർഷം ഫർള് നോമ്പ് നോറ്റതിൻ്റെ പ്രതിഫലമാണ് എന്നാണ്. കാരണം എന്താണ്? സുന്നത്ത് നോമ്പ് അതല്ലാത്ത ദിവസങ്ങളിലുണ്ടല്ലോ. നമുക്ക് എല്ലാ മാസവും 3 ദിവസം നോമ്പ് നോൽക്കാം. അതേപോലെ തന്നെ തിങ്കളും വ്യാഴവും നോമ്പുണ്ട്. അതല്ലാതെ ഒന്നിടവട്ട ദിവസങ്ങളിലായി നോമ്പ് നോൽക്കാം. അപ്പോൾ സുന്നത്ത് നോമ്പ് വേറെയുമുണ്ട്. എന്നിരിക്കെ ശവ്വാലിലെ ഈ 6 നോമ്പിനെ റമളാനിലേക്ക് ചേർത്ത് പറയുമ്പോൾ അതിന് സിയാദത്തായ ഒരു പ്രത്യേകത ഉണ്ടാവണമല്ലോ. കാരണം റമളാനിലെ 30 നോമ്പും ഫർളായ നോമ്പാണ്. അതിലേക്ക് ഈ ശവ്വാലിലെ 6ഉം കൂടി കൂട്ടണമെങ്കിൽ ആ ഫർളിന് തുല്യമായതാകുമ്പോഴാണല്ലോ അവിടെ 36 എന്ന എണ്ണം ശരിയാകുന്നത്. എന്നാൽ ഒന്ന് ഫർളും ഒന്ന് സുന്നത്തും ആകുമ്പോൾ അവിടെ ഒരു വ്യത്യാസം വരുന്നുണ്ട്. ഇത് ഉലമാക്കളിൽ ചില ആളുകളുടെ ഇസ്തിംബാത്താണ്, അവരുടെ ഗവേഷണമാണ്. തീർച്ചയായും അത് യോജിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 6 നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ അതിന് ലഭിക്കുന്ന പ്രതിഫലം ഫർള് നോമ്പിൻ്റെ തന്നെ പ്രതിഫലമാണ്, കേവലം സുന്നത്ത് നോമ്പിൻ്റെ പ്രതിഫലമല്ല എന്ന് പല ഉലമാക്കളും വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൂടി ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇവിടെ ആദ്യത്തെ 2 ചോദ്യത്തിന് വളരെ വ്യക്തമായ ഉത്തരം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഒന്ന്, എന്താണ് 6 നോമ്പ്? റമളാൻ കഴിഞ്ഞാൽ, ഈദുൽ ഫിത്ർ കഴിഞ്ഞാൽ ശവ്വാൽ മാസത്തിൽ നോക്കുന്ന 6 നോമ്പുകൾക്കാണ് 6 നോമ്പ്, അതല്ലെങ്കിൽ ശവ്വാലിലെ 6 നോമ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പ്രാധാന്യം, അത് റമളാനിനോട് ചേർത്ത് നോറ്റ് കഴിഞ്ഞാൽ ഒരു വർഷം മുഴുവൻ നോമ്പ് നോറ്റതിന് തുല്യമാണ്. ചില ഉലമാക്കളുടെ വീക്ഷണപ്രകാരം ഫർള് നോമ്പ് നോറ്റതിന് തന്നെ അത് തുല്യമാണ്. ഇനി രണ്ടാമതൊരു വിഷയം നമ്മൾ പരിശോധിക്കുന്നത്, ശവ്വാൽ മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഇത് നോൽക്കേണ്ടതുണ്ടോ എന്ന് പറഞ്ഞാൽ പെരുന്നാൾ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഇത് നോറ്റു തുടങ്ങേണ്ടതുണ്ടോ? അതേപോലെ തന്നെ ഈ 6 നോമ്പും തുടർച്ചയായി നോൽക്കേണ്ടതുണ്ടോ? റമളാനിൽ നോറ്റതുപോലെ തന്നെ 6 ദിവസവും നോക്കേണ്ടതുണ്ടോ? ഇതാണ് അടുത്ത ചോദ്യം. അവിടെ നമുക്ക് കാണാൻ സാധിക്കും, പണ്ഡിതന്മാർ 3 വീക്ഷണം ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. 3 വീക്ഷണം പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തത്, ശവ്വാലിൻ്റെ തുടക്കത്തിൽ തന്നെ നോറ്റ് തുടങ്ങണം. കാരണം സുമ്മ അത്ബഅഹു, അതിനെ ഫോളോ ചെയ്തുകൊണ്ട് എന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് ശവ്വാലിൻ്റെ തുടക്കത്തിൽ റമളാനിനോട് ചേർന്ന് തന്നെ അത് വരണം എന്ന് മാത്രമല്ല, അവിടെ സിത്തൻ എന്ന് ഒരുമിച്ച് പറഞ്ഞതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നോൽക്കുകയും വേണം. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി തുടങ്ങിയവരെ പോലെയുള്ള മഹാന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തുടക്കത്തിൽ തന്നെ നോൽക്കേണ്ടതാണ്, അതും തുടർച്ചയായി നോൽക്കേണ്ടതാണ് എന്നൊരഭിപ്രായമുണ്ട്. രണ്ടാമത്തത്, അങ്ങനെ നോൽക്കണമെന്നില്ല. അത് തുടക്കത്തിലാണെങ്കിലും കുഴപ്പമില്ല, അവസാനത്തിലാണെങ്കിലും കുഴപ്പമില്ല, ഒരുമിച്ച് നോറ്റാലും കുഴപ്പമില്ല, വേറെ വേറെ ദിവസങ്ങളിൽ ഇടവിട്ടുകൊണ്ട് നോറ്റാലും കുഴപ്പമില്ല. ഇതാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം വക്കീഅ റഹ്മത്തുള്ളാഹി അലൈഹി തുടങ്ങിയവരെ പോലെയുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതാണ്. തുടക്കത്തിൽ തന്നെ വേണമെന്നില്ല, ഏത് ദിവസവുമാകാം. കണ്ടിന്യൂസ് ആയി വേണമെന്നില്ല, വ്യത്യസ്ത ദിവസങ്ങളിലുമാകാം. മൂന്നാമത്തത്, ചില ഉലമാക്കൾ പറഞ്ഞു പെരുന്നാൾ കഴിഞ്ഞ ഉടനെ തന്നെ നോൽക്കേണ്ടതില്ല. കാരണം നമുക്കതൊരു ആഘോഷിക്കാനുള്ള ദിവസങ്ങളാണ്. പലർക്കും കുടുംബ സന്ദർശനങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ, അതേപോലെ തന്നെ റമളാനിൽ നോമ്പ് നോറ്റതിൻ്റെ ക്ഷീണം ഇതൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ വേണ്ടതില്ല. പിന്നെ ഒരല്പം ദിവസം കഴിഞ്ഞിട്ട് അയ്യാമുൽ ബീദിനോട് ചേർന്ന ദിവസങ്ങളിലോ അതിന് മുമ്പായിക്കൊണ്ടോ ശേഷമായിക്കൊണ്ടോ 3 നോറ്റിട്ട് അങ്ങനെ അതിന് 6 തികയ്ക്കുക, അതാണ് നല്ലത്. തുടക്കത്തിൽ നോൽക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞ അഭിപ്രായക്കാരുമുണ്ട്. ഇമാം മഅ്മർ, അതേപോലെ തന്നെ അബ്ദുർ റസാഖ് അസ്സൻആനി റഹ്മത്തുള്ളാഹി അലൈഹി അജ്മഈൻ തുടങ്ങിയ ആളുകളൊക്കെ അങ്ങനെയും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഏറ്റവും റാജിഹായത്, ഏറ്റവും ശരിയായ അഭിപ്രായം എന്താണ്?
ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി, സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഈ പറഞ്ഞതൊക്കെ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളാണ്. എന്നാൽ ഹദീസിലെ പ്രയോഗങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? അദ്ദേഹം പറയുന്നു, വഹാദിഹി സിത്ത് ലൈസ ലഹാ അയ്യാമുൻ മഅദൂദത്തുൻ മുഅയ്യന. വ്യക്തമായ ഒരു ദിവസം അള്ളാഹുവിൻ്റെ റസൂല് നിശ്ചയിച്ചിട്ടില്ല. ബൽ യഖ്താറുഹൽ മുഅ്മിനു മിൻ ജമീഇ ഷഹർ. കാരണം ഷവ്വാലിൽ നിന്ന്, അവിടെ മിൻ എന്നാണ് പറഞ്ഞത്. മിൻ എന്ന് പറയുമ്പോൾ അത് ഏത് ദിവസവുമാകാം. ഗ്രാമർ പ്രകാരം ഭാഷാപരമായി മിൻ ഷവ്വാൽ എന്നാണ് പറഞ്ഞത്, ഷവ്വാലിൽ നിന്ന്. അപ്പോൾ ഒരാൾ ഷവ്വാലിൽ ഏത് ദിവസം നോമ്പ് നോറ്റാലും അതെന്തായി? ഷവ്വാലിലെ നോമ്പായി. അത് വളരെ ക്ലിയറാണ്. അതല്ലാതെ തുടക്കത്തിൽ എന്ന് റസൂലുള്ള പറഞ്ഞിട്ടില്ല, ഷവ്വാലിൽ നിന്ന് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഷവ്വാലിലെ ഏത് ദിവസം നോമ്പ് നോറ്റാലും എന്തായി? അത് ഷവ്വാലിലെ നോമ്പായി. ഫഇൻ ശാഅ സാമഹാ ഫി അവ്വലി വഇൻ ശാഅ സാമഹാ ഫി അസ്നാഇ വഇൻ ശാഅ സാമഹാ ഫി ആഖിരിഹി. ഒരാൾക്ക് വേണമെങ്കിൽ തുടക്കത്തിൽ തന്നെ നോൽക്കാം, അല്ലെങ്കിൽ മധ്യത്തിൽ നോൽക്കാം, അല്ലെങ്കിൽ അവസാനത്തിലേക്ക് വെക്കാം. അതേപോലെ തന്നെ വഇൻ ശാഅ ഫറഖഹ, ഉദ്ദേശിക്കുകയാണെങ്കിൽ വ്യത്യസ്ത ദിവസങ്ങളിൽ നോൽക്കാം. ഒരു ദിവസം നോമ്പ് നോറ്റു, പിന്നെ 2 ദിവസം നോറ്റില്ല, അല്ലെങ്കിൽ ഒരാഴ്ച നോറ്റില്ല, പിന്നെ ഒരു ദിവസം നോറ്റു, അല്ലെങ്കിൽ 2 ദിവസം നോറ്റു, ഇങ്ങനെയുമാകാം. അല്ലെങ്കിൽ തുടർച്ചയായി തന്നെ നോറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തുടർച്ചയായി തന്നെ നോൽക്കാം. വൽ അംറു വാസിഉൻ ബിഹംദില്ലാ. ഇത് വിശാലതയുള്ളൊരു വിഷയമാണ്, അൽഹംദുലില്ലാ. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ എന്ത് വേണ്ട, ഒരു ഇഷ്കാല് വേണ്ടതില്ല. ഏത് ദിവസവുമാകാം, തുടർച്ചയായി തന്നെ വേണം എന്നും ഇല്ല. ഹദീസിലെ പ്രയോഗങ്ങളിൽ നിന്ന് അങ്ങനെയാണ് മനസ്സിലാകുന്നത്. എന്നാൽ ഒരു കാര്യം അദ്ദേഹം പ്രത്യേകം രേഖപ്പെടുത്തി, വഇൻ ബാദറ ഇലൈഹാ വതാബഅഹാ ഫി അവ്വലി ശഹ്രി കാന ദാലിക അഫ്ളൽ മിൻ ബാബിൽ മുസാറഅതി ഇലൽ ഖൈർ. എന്നാൽ പെരുന്നാൾ നമസ്കാരം, അതല്ലെങ്കിൽ പെരുന്നാൾ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ തുടങ്ങലാണ് ഖൈർ. കാരണം എന്താണ്? ഫസ്തബിഖുൽ ഖൈറാത്ത് എന്ന് ഖുർആനിലുണ്ട്. നിങ്ങളൊരു നന്മയിലേക്ക് മത്സരിച്ച് ധൃതിപ്പെട്ടു വരണം. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും സാബിഖു ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും എന്നൊക്കെ ഖുർആനിലുണ്ട്. എന്ന് പറഞ്ഞാൽ വേഗം വേഗം ചെയ്ത് തീർക്കുക. ഒരു ഖൈറിനെ പിന്നീട് മാറ്റി വെക്കാതിരിക്കുക. കാരണം പിന്നീട് മാറ്റിവെച്ചാൽ ആ ദിവസം നമ്മൾ ജീവിച്ചിരിപ്പുണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പില്ലല്ലോ. അപ്പോൾ സാധിക്കുന്നവർ അത് വേഗം തന്നെ ചെയ്താൽ അൽഹംദുലില്ലാ, ഖൈറാണ്. അതുകൊണ്ട് ആ നിലക്ക് തുടക്കത്തിൽ തന്നെ നോറ്റാൽ അത് അഫ്ളലാണ്. എന്നാൽ മറ്റു ദിവസങ്ങളിലേക്ക് മാറ്റിവെച്ചാലും കുഴപ്പമില്ല. വലാകിൻ ലൈസ ഫീ ഹാദാ ദീഖുൻ ബിഹംദില്ലാ. അതിൽ യാതൊരു ദീഖും, ഒരു ഇടുങ്ങിയ അവസ്ഥ അതിലില്ല. മറിച്ച് ആ വിഷയം വിശാലമാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. അത് തന്നെയാണ് ഹദീസിലെ പ്രയോഗങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പറയാനുള്ളത് 2 കാര്യങ്ങൾക്ക് കൂടി നമ്മളിവിടെ മറുപടി കണ്ടെത്തി കഴിഞ്ഞു. എന്താണത്? ഒന്ന്, തുടക്കത്തിൽ തന്നെ നോറ്റു തുടങ്ങണം എന്നില്ല, ഏത് സമയത്തുമാകാം. 2, കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നോൽക്കണമെന്നില്ല, വ്യത്യസ്ത ദിവസങ്ങളിലുമാകാം. ഇനി മറ്റൊരു വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എന്താണത്? റമളാനിൽ നോമ്പ് നോറ്റ് വീട്ടാൻ ചിലപ്പോൾ ചില ആളുകൾക്കുണ്ടാകും. യാത്ര കാരണം, അല്ലെങ്കിൽ രോഗം കാരണം, അതല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഹൈദ് നിഫാസ് കാരണം, അതല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും ശർഈയായ ഉദ്ർ കാരണം റമളാനിൽ നോമ്പ് വിട്ടുപോയ ആളുകളുണ്ട്. അവർക്ക് ഖളാ വീട്ടാനുണ്ടാകും. ചിലപ്പോൾ ഒരു നോമ്പ്, അല്ലെങ്കിൽ 2, 3, 10, അതല്ലെങ്കിൽ ഒരു പക്ഷേ 30 നോമ്പും ഉണ്ടായേക്കാം. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ റമളാനിലെ നോമ്പ് നോറ്റ് വീട്ടിയതിന് ശേഷമാണോ ഷവ്വാലിലെ നോമ്പ് നോൽക്കേണ്ടത്? അതല്ല ഷവ്വാലിലെ നോമ്പ് ആദ്യം നോറ്റിട്ട് റമളാനിലെ നോമ്പ് പിന്നീട് ഏതെങ്കിലും മാസത്തിൽ നോറ്റ് വീട്ടിയാൽ മതിയോ? ഷവ്വാലിൽ തന്നെ നോറ്റ് വീട്ടണം എന്നുണ്ടോ? ഇതും ഒരു സംശയമാണ്. അതിന് നമ്മൾ മറുപടി കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 അഭിപ്രായങ്ങൾ ഞാൻ പറയാം. ഒന്ന്, റമളാനിലെ നോമ്പ് ഖളാ വീട്ടിയിട്ടല്ലാതെ ഷവ്വാലിലെ നോമ്പ് 6 നോമ്പ് നോൽക്കുന്നത് കൊണ്ട് ഫലമില്ല. കാരണം ഇവിടെ ഹദീസിൽ വന്നിട്ടുള്ളത് മൻ സാമ റമളാന എന്നാണ്. റമളാനിൽ നോമ്പ് നോറ്റാൽ, അപ്പോൾ റമളാനിലെ മുഴുവൻ നോമ്പ് നോറ്റാലേ റമളാനിൽ നോമ്പ് നോറ്റു എന്ന് പറയൂ. ഇല്ലെങ്കിൽ ബഅള റമളാനെ പറയൂ. റമളാനിൽ കുറച്ചു നോമ്പ് നോറ്റു എന്നാണ് പറയേണ്ടത്. എന്നാൽ മുഴുവൻ നോമ്പും നോറ്റു എന്നതിലേക്കാണ് പ്രവാചകൻ സൂചന നൽകിയിട്ടുള്ളത്. മാത്രമല്ല സുമ്മ എന്ന് പിന്നീട് പറഞ്ഞു. എന്താണ് പിന്നീട് എന്ന് പറഞ്ഞാൽ? റമളാനിലെ നോമ്പ് കംപ്ലീറ്റ് ആയതിന് ശേഷം പിന്നീട് അത്ബഅഹു സിത്തൻ മിൻ ഷവ്വാൽ, ഷവ്വാലിൽ 6 നോമ്പ് നോറ്റാൽ. അപ്പോൾ ഇത് തർത്തീബിനെ കാണിക്കുന്നു എന്നാണ്. കാരണം സുമ്മ എന്ന പദം പ്രയോഗിക്കുന്നത് തർത്തീബിനാണ്. ഇത് കഴിഞ്ഞിട്ട് അത്,
എന്ന് പറയാനാണ് സുമ്മ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് റസൂൽ ഇവിടെ സുമ്മ ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞു. മാത്രമല്ല റമളാൻ എന്ന് കംപ്ലീറ്റ് ആയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ റമളാനിലെ നോമ്പ് കംപ്ലീറ്റ് ആവണം. അപ്പോൾ ഖളാ ഉള്ളവർ ആദ്യം റമളാനിലെ ഖളാ വീട്ടണം. എന്നാലേ സുമ്മ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ശവ്വാല നോമ്പ് നോറ്റ് വീട്ടുന്നതിൽ അർത്ഥമുള്ളൂ. അപ്പോഴേ ആ ഫദ്ല് ലഭിക്കുകയുള്ളൂ. ഇതാണ് ഉലമാക്കളിൽ ഒരു സംഘം വിശദീകരിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ സംഘം പറഞ്ഞിട്ടുള്ളത് ഖളാ എപ്പോഴുമാകാം. കാരണം ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്ത്? എനിക്ക് റമളാനിൽ ചില നോമ്പ് നോറ്റ് വീട്ടാൻ ഉണ്ടാവാറുണ്ട്, പക്ഷേ പലപ്പോഴും എനിക്കത് തൊട്ടടുത്ത ശഅബാൻ മാസത്തിലാണ് ഖളാ വീട്ടാൻ കഴിയാറുള്ളത്. അപ്പോൾ ശഅബാൻ വരെ ആയിഷ റളിയല്ലാഹു അൻഹ ചില നോമ്പുകൾ വീട്ടാതെ വെച്ചിട്ടുണ്ട്. എന്നാൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ ശവ്വാലിലെ 6 നോമ്പ് നോറ്റിട്ടില്ല എന്ന് പറയാൻ നമുക്ക് കഴിയുമോ? അപ്പോൾ 6 നോമ്പ് നോറ്റിട്ട് പിന്നീട് എപ്പോഴെങ്കിലും ഖളാ വീട്ടിയാലും ഈ 36 നോമ്പ് തികയുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ അതു മതി എന്നും ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ അഭിപ്രായങ്ങളിൽ ഏറ്റവും റാജിഹായത് എന്ന് പറഞ്ഞാൽ കൂടുതൽ ശരിയായ അഭിപ്രായം ഏതാണ്, ഹദീസിനോട് യോജിച്ച് നിൽക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ പറയട്ടെ. അദ്ദേഹം പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുള്ളത് മൻ സാമ റമദാന സുമ്മ അത്ബഅഹു സിത്തൻ മിൻ ശവ്വാൽ കാന കസിയാമിദ് ദഹർ. റമളാനിലെ നോമ്പ് നോറ്റിട്ട് പിന്നെ 6 നോമ്പിനെ പിന്തുടർന്നാൽ ഒരു വർഷത്തെ നോമ്പ് നോറ്റതുപോലെയാണ്. അതുകൊണ്ട് വല്ലദി അലൈഹി ഖദാ മിൻ റമളാൻ ലാ യകൂനു മുത്തബിഅൻ അസ്സിത്ത മിൻ ശവ്വാലി ലി റമളാൻ. അപ്പോൾ ഖളാ ഉള്ളവൻ എങ്ങനെയാണ് റമളാനിനെ പിന്തുടരുന്നവനാവുക? കാരണം ഇവിടെ ഇത്തിബാ എന്നുള്ളൊരു വാക്ക് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ റമളാനിലെ നോമ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ഇത്തിബാ വരുന്നില്ല. നോമ്പ് നോൽക്കാൻ കുഴപ്പമില്ല. ഖളാ വീട്ടുന്നതിന് മുമ്പ് ശവ്വാൽ മാസത്തിലെ സുന്നത്ത് നോമ്പ് നോറ്റ് വീട്ടുന്നതിനൊരു കുഴപ്പമില്ല. പക്ഷേ റമളാനിനെ ഇത്തിബാ ചെയ്തുകൊണ്ട് വരുമ്പോഴാണല്ലോ 36 നോമ്പാവുന്നതും അതിനൊരു വർഷത്തെ പ്രതിഫലം ലഭിക്കുന്നതും. റമളാനിലെ ഖളാ ഉള്ള നോമ്പ് നോറ്റ് വീട്ടാതെ ഒരാൾ മുത്തബിഅൻ അല്ലെങ്കിൽ ഇത്തിബാ ചെയ്തു എന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് ലി അന്നഹു ഖദ് ബഖിയ അലൈഹി ബഅദ റമളാൻ, കാരണം മുഴുവൻ റമളാനില്ല, ചില റമളാൻ അയാൾക്ക് ബാക്കിയുണ്ട്. അതുകൊണ്ട് ഫലാ യകൂന മുത്തബിഅൻ ലഹാ ലി റമളാൻ ഹത്താ യുക്മില മാ അലൈഹി മിൻ റമളാൻ. റമളാനിലുള്ള ബാക്കിയുള്ള നോമ്പ് നോറ്റ് വീട്ടാതെ ഇത്തിബാ എന്ന വിഷയം സംഭവിക്കുന്നില്ല. ശേഷം അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ട് തന്നെ രോഗം കാരണത്താലോ യാത്ര കാരണത്താലോ ഹൈള് കാരണത്താലോ നിഫാസ് കാരണത്താലോ ഖളാ ഉള്ളവർ അത് ഖളാ വീട്ടി കഴിയുമ്പോഴാണ് റമളാനിലെ നോമ്പ് കംപ്ലീറ്റ് ആവുന്നത്. പിന്നെയാണ് സുമ്മ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ശേഷം തന്നെയാണ് അത് നോറ്റ് വീട്ടേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നു, അമ്മ അൻ തുബ്ദഅ ബിസിയാമി സിത്തി മിൻ ശവ്വാൽ ഔ യബ്ദഅ അർറജുലു അല്ലദി അലൈഹി സൗമു സിത്തി മിൻ ശവ്വാൽ ഫഹാദാ ലാ യസ്ലുഹു വലാ യംബഗി. അതുകൊണ്ട് തന്നെ സ്ത്രീകളോ പുരുഷന്മാരോ ഖളാ വീട്ടാതെ ശവ്വാലിലെ നോമ്പ് നോറ്റ് തുടങ്ങുന്നത് ശരിയല്ല എന്ന് അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു കാരണം കൂടി പറയുന്നുണ്ട്, അന്ന ദൈനുല്ലാഹി അഹഖു ബിൽ ഖളാ. അള്ളാഹുവിനോടുള്ള കടമാണ് വീട്ടാൻ ഏറ്റവും അർഹതപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഫർളായത് വീട്ടാനുണ്ടായിരിക്കെ ഒരാൾ സക്കാത്ത് കൊടുക്കാതെ സദക്ക കൊടുക്കുന്നത് പോലെയായി തീരും. അത് മറ്റു ചില ഉലമാക്കൾ പറഞ്ഞതാണ്, ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇവിടെ അദ്ദേഹം പറയുന്നത് വഅന്നൽ ഫരീദ ഔലാ ബിൽ ബദഇ വൽ മുസാറഅ മിനൻ നാഫില. സുന്നത്തിനേക്കാൾ ഫർളായത് വീട്ടാനാണല്ലോ തിരക്ക് കൂട്ടേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ നമുക്ക് ഫർളായതിനാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് എന്ന തത്വപ്രകാരവും റമളാനിൽ വീട്ടാനുള്ളത് വീട്ടുകയാണ് വേണ്ടത്. ഇത് തന്നെയാണ് സൗദി അറേബ്യയിലെ പണ്ഡിത സഭ നൽകിയിട്ടുള്ള മറുപടിയിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്രകാരമാണ്, വല്ലദീ യംബഗി ലിമൻ കാന അലൈഹി ഷൈഉൻ മിൻ അയ്യാമി റമളാൻ അൻ യസൂമഹ അവ്വലൻ സുമ്മ യസൂമ 6 അയ്യാമിൻ മിൻ ശവ്വാൽ ലിഅന്നഹു ലാ യതഹഖഖു ലഹു ഇത്തിബാഅ സിയാമ റമളാൻ ലിസിത്തി മിൻ ശവ്വാൽ ഇല്ലാ ഇദാ കാന ഖദ് അക്മല സിയാമഹു. സൗദി അറേബ്യയിലെ പണ്ഡിത സഭയും പറയുന്നത് ഖളാ ഉള്ളവർ ആദ്യം അത് നോറ്റ് വീട്ടാണ് വേണ്ടത്, എന്നിട്ടേ 6 നോമ്പ് നോൽക്കാവൂ. അപ്പോഴേ റമളാനിനെ പിന്തുടരുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. മറ്റേത് അവിടെ പിന്തുടർച്ച വരുന്നില്ല, കാരണം റമളാനിലെ നോമ്പ് ബാക്കിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പറയാനുള്ളത് ഈ പറഞ്ഞ അഭിപ്രായമാണ് കൂടുതൽ ശരിയായിട്ടുള്ളത് ഹദീസിൻ്റെ പദപ്രയോഗങ്ങളോട്. അതുകൊണ്ട് ഖളാ ഉള്ളവർ ഖളാ വീട്ടിയതിന് ശേഷമാണ് റമളാനിലെ ആ നോമ്പുകൾ വീട്ടിയതിന് ശേഷമാണ് ശവ്വാലിലെ നോമ്പ് നോൽക്കേണ്ടത്. എന്നാൽ സുന്നത്ത് നോമ്പ് ആദ്യം നോറ്റ് പിന്നീട് റമളാനിലെ വീട്ടാനുള്ളത് പിന്നീട് മാറ്റിവെച്ചാലും അത് വിരോധമുള്ളൊരു കാര്യമല്ല. പക്ഷേ ഈ ഒരു ഫള് അവർക്ക് ലഭിക്കാൻ സാധ്യതയില്ല. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ ഈ ഫളലിനെ ഈ ഒരു പ്രവൃത്തിയിലേക്ക് ചേർത്ത് പറഞ്ഞു. ആ പ്രവൃത്തി അതിൻ്റേതായ രൂപത്തിൽ നടന്നിട്ടില്ലെങ്കിൽ ഒരു വർഷത്തെ നോമ്പ് എന്ന ഫള് ലഭിക്കാതിരിക്കാനുള്ള സാധ്യതയുണ്ട്.
അത് അങ്ങനെ തന്നെയാണ് എന്ന് ഉറപ്പല്ല, പക്ഷേ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സംശയമുള്ളത് ഒഴിവാക്കി സംശയമില്ലാത്തത് എടുക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? ഖളാ ഉള്ളത് വളരെ പെട്ടെന്ന് തന്നെ തീർക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ക്ലിയറാക്കി കഴിഞ്ഞു. അപ്പോൾ പിന്നെ മറ്റൊരു ചോദ്യമുണ്ട്. എന്താണ് ആ ചോദ്യം? ന്യായമായ ചില കാരണങ്ങൾ കൊണ്ട് ഷവ്വാലിലെ 6 നോമ്പ് ഷവ്വാലിൽ തന്നെ നോറ്റ് വീട്ടാൻ കഴിയാതെ വന്നാൽ എന്തു ചെയ്യും? മറ്റു മാസത്തിൽ അത് നോറ്റ് വീട്ടാമോ? ഉദാഹരണത്തിന് ചില സ്ത്രീകൾക്ക് 15 ദിവസത്തോളമൊക്കെ ചിലപ്പോൾ അവർക്ക് ഹൈലുണ്ടായേക്കാം. അപ്പോൾ റമളാൻ കഴിഞ്ഞാൽ ഈ 15 ദിവസത്തെ നോമ്പ് അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും? നോറ്റ് വീട്ടേണ്ടി വരും. പിന്നീട് ഷവ്വാലിൽ ആ 15 ദിവസം കഴിയുമ്പോഴേക്ക് വീണ്ടും അവർക്ക് ഹൈല് തുടങ്ങിയാൽ പിന്നെ ഈ 6 നോമ്പ് ചിലപ്പോൾ ഷവ്വാലിൽ നോറ്റ് വീട്ടാൻ കഴിയില്ല. പിന്നെയോ അത് ദുൽഖഅദിലേക്കോ മറ്റോ മാറ്റേണ്ടി വരും. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ അവർക്ക് മറ്റു മാസത്തിൽ നോമ്പ് നോറ്റ് വീട്ടാൻ പറ്റുമോ? ചിലപ്പോൾ 1-2 നോമ്പുകളായിരിക്കും, ചിലപ്പോൾ 6 നോമ്പ് മുഴുവനും ഷവ്വാലിൽ കിട്ടാതെ പോകും. അപ്പോൾ എന്ത് ചെയ്യും? അവിടെ ഉലമാക്കൾ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഷെയ്ഖ് മുഹമ്മദ് സാലിഹുൽ മുനജ്ജിദ് ഹഫിളഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ 3 അഭിപ്രായങ്ങൾ അദ്ദേഹം പറയാണ്, അത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഒന്ന്, അന്ന സിയാമ സിത്തി മിൻ ഗൈരി ഷവ്വാൽ മിൻ അഹ്ലിൽ ഇൽമി മൻ റആഹു കസിയാമിഹാ ഫീ ഷവ്വാൽ വമിൻഹും മൻ അസ്ബത ലഹാ ഫദ്ലൻ ലാകിൻ ദൂന ഫദ്ലി സിത്തി ഫീ ഷവ്വാൽ. ചില ആളുകൾ കണ്ടിട്ടുള്ളത് ഷവ്വാൽ അല്ലാത്ത ദിവസങ്ങളിലും എന്ത് ചെയ്യാം? ഈ 6 നോമ്പ് നോൽക്കാം. അതിനവർ തെളിവായി പറഞ്ഞത് അള്ളാഹുവിൻ്റെ റസൂൽ ഇതെങ്ങനെയാണ് ഒരു വർഷത്തെ നോമ്പിൻ്റെ പ്രതിഫലമാകുന്നത് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ്? റമളാനിലെ 30 ദിവസത്തെ നോമ്പ് 10 മാസത്തിന് പകരം, പിന്നെ 6 നോമ്പ് 2 മാസത്തിന് പകരം. അപ്പോൾ ഈ 6 നോമ്പ് ഏത് മാസം നോറ്റാലും 2 മാസത്തിന് പകരമാവും. അവിടെ റസൂലുള്ള പറഞ്ഞ വേറൊരു തത്വം കൂടിയുണ്ട്. എന്താണത്? ഒരു പുണ്യത്തിന് 10 എന്നുള്ള കണക്കാണ് അവിടെ. അപ്പോൾ റമളാനിൽ 30 × 10 300. പിന്നെ വേറെ ഏതൊരു മാസത്തിൽ 6 നോമ്പ് നോറ്റാലും അത് 6 × 10 തന്നെയാണ്. അതുകൊണ്ട് ഇത് ഷവ്വാലിൽ തന്നെ ആവണമെന്നില്ല, മറ്റു മാസത്തിലായാലും കുഴപ്പമില്ല. അള്ളാഹുവിൻ്റെ റസൂൽ റമളാൻ കഴിഞ്ഞ ഉടനെ ഉള്ളൊരു മാസം പറഞ്ഞു എന്ന് മാത്രം എന്ന് ചില ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. വേറെ ചില ഉലമാക്കൾ പറഞ്ഞു മറ്റു മാസങ്ങളിലുമാകാം, പക്ഷേ ലാക്കിൻ ദൂന ഫദ്ലി സിത്തി ഫി ഷവ്വാൽ, ഷവ്വാലിലെ ആ ഒരു മാസത്തിൻ്റെ ഫദ്ല് കിട്ടൂല. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ ഷവ്വാൽ എന്ന് പറഞ്ഞത് വഹീൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ. അപ്പോൾ ആ മാസത്തിന് പരിഗണനയുണ്ട്, ആ മാസത്തിൻ്റെ പ്രതിഫലം കിട്ടൂല. പക്ഷേ ആ മാസത്തിൽ നോമ്പ് നോൽക്കാൻ കഴിയാത്തവർക്ക് വേറെ മാസത്തിൽ നോമ്പ് നോൽക്കാൻ കുഴപ്പമില്ല, പക്ഷേ ഫദ്ല് കുറയും എന്നത് രണ്ടാമത്തെ അഭിപ്രായമാണ്. മൂന്നാമത്തെ അഭിപ്രായമുള്ളത് ഉദ്റ് കാരണം ഒരാൾക്കത് ചെയ്യാൻ പറ്റാതെ പോയാൽ അവരുടെ സമയം അവസാനിച്ചു. കാരണം ഏതൊരു ഇബാദത്തിനും ഒരു നിശ്ചിത സമയമുണ്ട്. പ്രത്യേകിച്ച് സുന്നത്താവുമ്പോൾ, ഫർളാവുമ്പോൾ ഖളാ വീട്ടണം. സുന്നത്തിന് ഖളാ ഇല്ലല്ലോ, സുന്നത്തായ നോമ്പിന് ഖളാ ഇല്ല. അതുകൊണ്ട് തന്നെ ഷവ്വാലിൽ അത് നോറ്റ് വീട്ടാൻ കാരണങ്ങളുണ്ടെങ്കിലും ഇല്ലെങ്കിലും നോൽക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ സമയം കഴിഞ്ഞു. എന്നാൽ ശർഈയായ കാരണം കൊണ്ടാണ് നോൽക്കാൻ പറ്റാത്തതെങ്കിലോ ഇൻഷാ അല്ലാഹ് അവർക്ക് അവരുടെ പ്രതിഫലം, അവരുടെ നിയ്യത്തനുസരിച്ച് പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ ഉത്തരത്തിൽ നിന്ന് ഈ ഒരു തത്വം നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹം പറഞ്ഞു, സിയാമുൽ അയ്യാമി സിത്ത മിൻ ഷവ്വാൽ ഇബാദ മുസ്തഹബ്ബ ഗൈറു വാജിബ. നിർബന്ധമല്ല ഷവ്വാലിൽ 6 നോമ്പ്, അതൊരു മുസ്തഹബായ ഒരു സുന്നത്തായ കാര്യം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഫലക്കി അജ്റുമാ സുംതി മിൻഹാ വയുർജാലക്കി അജ്റുഹാ കാമില ഇദാ കാനൽ മാനിഉ ലക്കി മിൻ ഇക്മാലിഹാ ഉദ്റൻ ശർഈയ. ഒരു സ്ത്രീ ചോദിച്ചതാണ്, എനിക്ക് 2 നോമ്പ് കൂടി ബാക്കിയുണ്ട്, അത് ഷവ്വാലിൽ നോക്കാൻ പറ്റിയില്ല, അതെനിക്ക് തൊട്ടടുത്ത മാസത്തിൽ നോറ്റുകൂടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടിയാണ്, എന്തിനാണ്? കാരണം ഇത് നിർബന്ധമല്ല, മുസ്തഹബാണ്. അതുകൊണ്ട് തന്നെ മാന്യമായ കാരണം കൊണ്ടാണ് നോക്കാൻ പറ്റാതിരുന്നതെങ്കിൽ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് അല്ലാഹു തരും, പൂർണ്ണമായി നൽകും, നോൽക്കാതെ തന്നെ. ഏതുപോലെ? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഖൗലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഇദാ മരിദൽ അബ്ദു ഔ സാഫറ കതബല്ലാഹു ലഹു മാ കാന യഅമലു മുഖീമൻ സ്വഹീഹ. ഒരടിമ യാത്ര ചെയ്തു അല്ലെങ്കിൽ രോഗിയായാൽ അയാൾക്ക് ആരോഗ്യമുള്ള അല്ലെങ്കിൽ യാത്രയിലല്ലാത്ത സമയത്ത് ചെയ്ത അമലുകളുടെ പ്രതിഫലം സമ്പൂർണ്ണമായി യാത്രക്കാരനും അള്ളാഹു നൽകും, രോഗിക്കും അള്ളാഹു നൽകും. എന്നാൽ യാത്രക്കാരനും രോഗിക്കും പരിപൂർണമായ രൂപത്തിൽ ആ ഇബാദത്ത് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും അവർ ന്യായമായ ഉദറ് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ അവരുടെ നിയ്യത്ത് ശരിയാകുന്നത് കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവരുടെ പ്രതിഫലം പൂർണ്ണമായി നൽകും. കാരണം അവർ ഉദറുള്ളത് കൊണ്ടാണ് അവർ ഇവിടെ ചില വിഷയങ്ങളിൽ കുറവ് വരുത്തിയിട്ടുള്ളത് എന്നതുപോലെ ഇവിടെ ന്യായമായ ഉദറുണ്ട്, ഒന്നുകിൽ ഹൈലുണ്ടായി, അതേപോലെയുള്ള കാരണങ്ങളുണ്ടായി, അതുകൊണ്ട് ആ മാസത്തിൽ നോമ്പ് നോറ്റ
നോമ്പ് നോൽക്കാൻ പറ്റിയില്ല. എന്നാൽ ആ മാസത്തിലെ സമയം കഴിയുകയും ചെയ്തു. അപ്പോൾ ലാ യുക്കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, അള്ളാഹു ഒരാളുടെ കഴിവിൽപ്പെടാത്തത് പറയൂല. അതുകൊണ്ട് അവരെന്ത് ചെയ്യട്ടെ, അവരാ പ്രതിഫലം അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കട്ടെ. അതല്ലാതെ ഒരു ഖളാവ് പോലെ, സുന്നത്ത് നോമ്പ് ഖളാവ് പോലെ ചെയ്യേണ്ടതില്ല. ഈ അഭിപ്രായം കുറച്ചുകൂടി ശരിയായ അഭിപ്രായമായി തോന്നുന്നു. എന്നാൽ മറ്റു രണ്ട് അഭിപ്രായങ്ങളെ നാം നിരാകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ഖുലാസയായി കൊണ്ട് ഷെയ്ഖ് സാലിഹുൽ മുനജ്ജിദ് ഹഫ്ളഹുല്ല പറഞ്ഞിട്ടുള്ളത്, അങ്ങനെ നോൽക്കാൻ പറ്റുന്ന ആളുകൾ നോൽക്കട്ടെ ഇൻഷാ അല്ലാഹ്. ശവ്വാലിൽ പറ്റാത്തവർ മറ്റു ദിവസങ്ങളിൽ നോൽക്കട്ടെ, ഇൻഷാ അല്ലാഹ് അള്ളാഹു അവർക്ക് പ്രതിഫലം നൽകിയേക്കാം അവരുടെ നിയ്യത്തനുസരിച്ച്. അതുകൊണ്ട് നോൽക്കുന്നതിന് വിരോധമില്ല, മറ്റു മാസങ്ങളിൽ നോക്കുന്നതിന് വിരോധമില്ല. പക്ഷേ നോൽക്കണം എന്നില്ല എന്നർത്ഥം. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഏതെങ്കിലും ചില സുന്നത്തായ കാര്യങ്ങൾ കൃത്യമായി അതിൻ്റെ സമയത്ത് നിർവഹിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ മറ്റു ചില സമയത്ത് ചെയ്യാറുണ്ട്. ഇപ്പോൾ സുബൈക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് സുബൈയുടെ മുമ്പ് പറ്റിയിട്ടില്ലെങ്കിൽ സുബൈക്ക് ശേഷം ചെയ്യാറുണ്ട്. ളുഹറിൻ്റെ 4 റക്അത്ത് സുന്നത്ത് നമസ്കാരം ചില ആളുകൾ വന്നപ്പോൾ പ്രവാചകന് ചെയ്യാൻ പറ്റാതെ പോയപ്പോൾ മറ്റൊരു സമയത്ത് റസൂൽ ചെയ്തിട്ടുണ്ട്. എന്നതുപോലെ ന്യായമായ കാരണം കൊണ്ട് ശവ്വാലിൽ പറ്റിയിട്ടില്ലെങ്കിൽ മറ്റു മാസത്തിൽ അത് നോൽക്കുന്നത് കൊണ്ട് വിരോധമില്ല എന്ന അഭിപ്രായവും പ്രബലം തന്നെയാണ്. രണ്ടാണെങ്കിലും ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് പ്രതിഫലം ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അല്ലാഹുവാണ് കൂടുതൽ അറിയുന്നവൻ. ഇനി 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ചില ആളുകൾ ചോദിക്കാറുണ്ട്, റമളാനിലെ ഖളാഉം ശവ്വാലിൽ 6 നോമ്പ് കൂടി ഒരുമിച്ച് ചെയ്തുകൂടെ? അവിടെ നമ്മൾ മനസ്സിലാക്കുക, ഫർളിനെയും സുന്നത്തിനെയും ഒരുമിപ്പിക്കാൻ പാടില്ല. ശരിക്കും ശ്രദ്ധിക്കുക. കാരണം റമളാനിലെ നോമ്പ് എന്ന് പറഞ്ഞാൽ അത് ഫർളാണ്. അത് ഖളാഉ വീട്ടുന്നതിന് സുന്നത്തുമായി ബന്ധമില്ല. അപ്പോൾ അത് വേറെ തന്നെയാണ്, രണ്ടും ഒരുമിച്ച് ചെയ്യാൻ പാടില്ല. റമളാനിലെ ഖളാഉ അത് വേറെ തന്നെ ചെയ്യണം എന്ന് മാത്രമല്ല, ഈ 6 നോമ്പ് കൂടി നോറ്റ് 36 ആകുമ്പോഴേ നേരത്തെ പറഞ്ഞ പ്രതിഫലം ഉണ്ടാവുന്നുള്ളൂ. എന്നാൽ ഖളാഉം 6 നോമ്പ് കൂടി ഒരുമിച്ച് ചെയ്താൽ അത് 30 ആവുന്നുള്ളൂ, 36 ആവുന്നില്ല. അപ്പോൾ ആ പറഞ്ഞ പ്രതിഫലം ലഭിക്കൂല. അതുകൊണ്ട് ഒരാളും ആ ഒരു കാര്യം ചെയ്യരുത്. 2 കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, ഖളാഉ റമളാനിലെ നിർബന്ധ നോമ്പിൻ്റെ ഖളാഇനെ സുന്നത്തുമായി നിയ്യത്താക്കാൻ പാടില്ലാത്തതാണ്. 2 സുന്നത്തുകൾ ഒരുമിച്ച് നിയ്യത്താക്കാം, പക്ഷെ ഒരു ഫർളും സുന്നത്തും ഒരുമിച്ച് നിയ്യത്താക്കാൻ പാടില്ലാത്തതാണ്. രണ്ടാമത്തത് 36 നോമ്പ് തികയുമ്പോഴേ ഒരു വർഷത്തെ പ്രതിഫലം കിട്ടും. അതുകൊണ്ട് അബദ്ധം പറ്റരുത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ ഈ 6 നോമ്പിൻ്റെ യുക്തി എന്താണ്, അതിൻ്റെ ഹിക്മത്തുകൾ എന്താണ് എന്ന് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ ചില കാര്യങ്ങൾ പറഞ്ഞതുകൂടി എൻ്റെയും നിങ്ങളുടെയും മനസ്സമാധാനത്തിനും ആഹ്ലാദത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ പങ്കുവെക്കുകയാണ്. അതിൽ ഒന്ന്, ഇപ്പോൾ റമളാനിലെ 30 ദിവസത്തെ നോമ്പ് നോറ്റു, എന്നിട്ടും വീണ്ടും ഒരു 6 നോമ്പ്. അത് എന്താണ്? ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തന്നെ ഒരു വർഷം മുഴുവൻ നോമ്പ് നോറ്റ പ്രതിഫലം കിട്ടുക. ഇതാണ് നമ്പർ 1. കാരണം അത് അള്ളാഹുവിൻ്റെ റസൂൽ കൃത്യമായി വിശദീകരിച്ചതാണ്. ഒരു വർഷം മുഴുവൻ ഫർള് നോമ്പ് നോറ്റ കൂലി കിട്ടുക, നമ്പർ 1. രണ്ടാമത്തത്, ശഅബാനിലെ നോമ്പ്. നമുക്കറിയാം, ശഅബാനിൽ അള്ളാഹുവിൻ്റെ റസൂൽ ധാരാളം നോമ്പ് നോറ്റിട്ടുണ്ട്. പിന്നീട് റമളാൻ കഴിഞ്ഞിട്ട് ശവ്വാലിൽ ഒരു 6 നോമ്പും. ഇത് നമസ്കാരത്തിൻ്റെ മുമ്പും ശേഷവും നിർവഹിക്കുന്ന സുന്നത്ത് പോലെയായി. ശഅബാനിലും ശവ്വാലിലും. അതെന്തിനാണ്? ചില ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്, ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫർളായ അമലുകളുടെ വീഴ്ച പരിഹരിക്കുന്നത് സുന്നത്തായ കർമ്മങ്ങളിലൂടെയാണ്. ശരിക്കും ശ്രദ്ധിക്കുക, ഫർളായ അമലുകളിലെ വീഴ്ച പരിഹരിക്കുന്നത് സുന്നത്തായ കർമ്മങ്ങളിലൂടെയാണ്. അപ്പോൾ റമളാനിൽ സംഭവിക്കുന്ന പോരായ്മകളെ ശഅബാനിലെ നോമ്പിലൂടെയും അതേപോലെ തന്നെ ശവ്വാലിലെ നോമ്പിലൂടെയും പരിഹരിക്കപ്പെടുന്നു എന്ന ഒരു തത്വം അതിലുണ്ട് എന്നുകൂടി ചില ഉലമാക്കൾ വിശദീകരിക്കുന്നു. അതേപോലെ തന്നെ വേറെ ചില ഉലമാക്കൾ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിലെ നമ്മുടെ അമലുകൾ സ്വീകരിച്ചു എന്നതിൻ്റെ ഒരു അടയാളമാണ് ആ നന്മയിൽ ഒരു തുടർച്ചയുണ്ടാവുക എന്നത്. കാരണം വല്ലദീന ഹ്തദൂ സാദഹും ഹുദൻ, സന്മാർഗം സിദ്ധിച്ചവർക്ക് അല്ലാഹു ഹിദായത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്ന് ഖുർആനിലുണ്ട്. അപ്പോൾ ഒരാൾ തൻ്റെ അമല് തുടരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അല്ലാഹു അയാളുടെ അമല് സ്വീകരിച്ചു എന്നാണ്. അപ്പോൾ ശവ്വാലിൽ 6 നോമ്പ് നോൽക്കാൻ പറ്റിയാൽ റമളാനിലെ നോമ്പ് അല്ലാഹു സ്വീകരിച്ചു എന്നതിൻ്റെ ഒരു അടയാളമായി ആണ് അത് എന്നുവരെ ചില ഉലമാക്കൾ പറഞ്ഞിരിക്കുന്നു. കാരണം അയാൾ പൂർണ്ണമായും ആ അമലിൽ നിന്ന് പിന്തിരിഞ്ഞു പോയില്ല, പിന്നെയോ ആ നോമ്പിൽ അയാൾ തുടർച്ചയുണ്ടാക്കി. തത്തുല്യമായ എല്ലാ നന്മകളിലും തുടർച്ചയുണ്ടാകുന്നത് അള്ളാഹു നമ്മുടെ അമല് സ്വീകരിച്ചു എന്നതിൻ്റെ ഒരടയാളമായിട്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. 4ാമത് പറഞ്ഞിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള നന്ദി പ്രകടനമാണ്. കാരണം നമ്മൾ യൗമുൽ ഫിത്ർ കഴിഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ റമളാനിലൂടെ ലൈലത്തുൽ ഖദ്റിലൂടെ എല്ലാം പുറത്തു തന്നിട്ടുണ്ടാകും എന്ന ആ നിഗമനത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ആ ഒരു നല്ല വന്നിൽ നിന്നുകൊണ്ട്, അള്ളാഹുവേ ഞാനിനി ഈദുൽ ഫിത്ർ കഴിഞ്ഞാൽ ഇനി ഞാൻ
തിരിച്ചു പോവുകയല്ല, മറിച്ച് ഇനിയും ഞാൻ റമളാനിൽ ചെയ്ത അതേ ഇബാദത്ത് ഞാൻ തുടരും എന്ന ഒരു സൂചന കൂടി അതിലുണ്ട്. അതൊരു നന്ദി പ്രകടനമാണ്, ഒരു ശുക്റാണ് എന്നും ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഈ നിലക്ക് ഒരുപാട് ഫവായിദുകൾ, അതിൻ്റെ ഹിക്മത്തുകളും ഉലമാക്കൾ പറഞ്ഞിരിക്കുന്നു. ചുരുക്കത്തിൽ ഈ വിശദീകരിച്ച മുഴുവൻ വിശദീകരണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് വളരെ പ്രധാനപ്പെട്ട പ്രബലമായ ഏറെ ഫളായിലുകൾ നമുക്ക് നേടിത്തരുന്ന ഒരു ഇബാദത്താണ് ശവ്വാലിലെ 6 നോമ്പ്. റമളാനിലെ നോമ്പ് നോറ്റ ആളുകൾ അത് നോൽക്കാൻ ശ്രമിക്കുക. ഖളാ ഉള്ളവർ ഖളാ വീട്ടിയതിന് ശേഷം അത് നോൽക്കുക. ഇനി വല്ല കാരണവശാലും ശവ്വാലിൽ ഒരു നിലക്കും നോൽക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ മറ്റു മാസത്തിലും നോക്കുന്നത് കൊണ്ട് വിരോധമില്ല, ചില പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം. അള്ളാഹുവിൽ നിന്നുള്ള ഫളലുകൾ പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മത്സരിക്കുക. ഈ വിഷയത്തിലെ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.